നമസ്കാരം. ഡിവൈൻ റിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി അമ്മയ്ക്ക് പഞ്ചമി തിഥിയിൽ ചെയ്യുന്ന ഒരു അതിവിശിഷ്ടമായ വഴിപാടിനെക്കുറിച്ച് പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ. വരാഹി അമ്മയ്ക്ക് പഞ്ചമി തിഥിയിൽ ചെയ്യുന്ന എല്ലാ വഴിപാടുകളും വളരെ പവർഫുള്ളാണെന്ന് അറിയാമല്ലോ. വരാഹി അമ്മ എന്നാൽ ഭക്തർക്ക് ഐശ്വര്യവും സമ്പത്തും വാരിക്കോരി കൊടുക്കുന്ന മഹാശക്തിയാണ്. അമ്മയ്ക്ക് പൂജയും വഴിപാടും എല്ലാം രാത്രിയാണ് ചെയ്യുന്നത്. കാരണം രാത്രിയാകുന്തോറുമാണ് അമ്മയുടെ ശക്തി കൂടുന്നത്. പഞ്ചമി തിഥിയിൽ രാത്രി 11-നും 12-നും ഇടയ്ക്ക് ചെയ്യുന്ന വഴിപാടിന് ഇരട്ടി ഫലമാണ് കിട്ടുന്നത്. ന്യായമായ ആവശ്യങ്ങൾ എന്തു തന്നെയായാലും അത് അമ്മ നടത്തിത്തരുന്നതാണ്. കഷ്ടപ്പാടുകൾ എല്ലാം തന്നെ അമ്മ മാറ്റിത്തരുന്നതാണ്. ഈ ഒരു നാമം ചൊല്ലി വഴിപാട് നടത്തുന്നത് വളരെ സിമ്പിളും എന്നാൽ വളരെ പവർഫുള്ളുമായിട്ടുള്ള ഒന്നാണ്. ഇത് പഞ്ചമി തിഥിയിൽ ചെയ്താൽ അത്യുത്തമമാണ്. ഈ വഴിപാട് എന്നാൽ നമ്മളെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, നമ്മളെക്കൊണ്ട് പറ്റുന്നേയില്ല, സാധിക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ഒരു പ്രോബ്ലം, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നതേയില്ല എങ്കിൽ അതിനെ ഒരു സൊല്യൂഷൻ ലഭിക്കാൻ അമ്മയുടെ ഈ നാമം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഈ വഴിപാട് ചെയ്യാനായിട്ട് വേണ്ടത് ഏലക്കായാണ്. പൈസ ആകർഷണത്തിനും വളരെയധികം ദൈവിക ശക്തിയുള്ളതുമായ ഒരു വസ്തുവാണ് ഏലക്കായ്. മാത്രമല്ല മഹാലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു വസ്തു കൂടെയാണ് ഏലക്കായ്. ഈ വഴിപാട് ചെയ്യുന്നതിനായിട്ട് ബ്രാസിലോ സിൽവറിലോ ഒരു പ്ലേറ്റ് വേണം. സാധാരണ വീടുകളിലെല്ലാം ബ്രാസ് പ്ലേറ്റ് ഉണ്ടല്ലോ, ഉണ്ടായിരിക്കും. പിന്നെ കൂടെ ഉപയോഗിക്കാത്ത പുതിയ കുങ്കുമവും വേണം. ആ കുങ്കുമത്തിൽ കുറച്ചെടുത്ത് വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയിട്ട് പ്ലേറ്റിൽ മഹാലക്ഷ്മിയുടെയും ആദിപരാശക്തിയുടെയും ബീജാക്ഷരങ്ങളായ ശ്രീം ഹ്രീം എന്ന് എഴുതണം. ശ്രീം ഹ്രീം എന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള അക്ഷരങ്ങളാണ്. വരാഹി ദേവി എന്നാൽ ആദിപരാശക്തിയുടെയും അഷ്ടലക്ഷ്മിയുടെയും അംശമാണ്. ശ്രീം ഹ്രീം എന്ന 2 വാക്ക് ഒന്നിച്ച് എഴുതുന്നതിലൂടെ ഏത് പ്രശ്നമായാലും സോൾവായി കിട്ടുന്നതാണ്. ശ്രീം ഹ്രീം എന്ന് നമ്മുടെ മോതിര വിരൽ കൊണ്ടാണ് പ്ലേറ്റിൽ എഴുതേണ്ടത്. നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് എഴുതിയാൽ മതി. ഒരേ ലൈനിൽ എഴുതണം. എഴുതും മുന്നേ തന്നെ പ്ലേറ്റിൻ്റെ വിസ്താരം നോക്കിയിട്ട് പ്ലേറ്റിനുള്ളിൽ നിൽക്കുന്ന രീതിക്ക് വേണം ശ്രീം ഹ്രീം എന്ന് എഴുതേണ്ടത്. ഏത് പ്രശ്നമാണോ നമുക്ക് സോൾവ് ആകേണ്ടത് ആ പ്രശ്നം മനസ്സിൽ വിചാരിച്ച് എഴുതണം. അത്ര അധികം പവർഫുള്ളായിട്ടുള്ള വാക്കുകളാണ് ഇത്. പെട്ടെന്ന് തന്നെ പ്രശ്നത്തിന് ഉള്ള പരിഹാരം കിട്ടുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന്, ചുവന്ന കളറിലുള്ള കുങ്കുമം തന്നെ വാങ്ങണം. കുങ്കുമം 2 കളറിലാണ് ഉള്ളത്, ചുവപ്പും മെറൂണും. ഇതിൽ നമ്മൾ മഹാലക്ഷ്മിക്കും ആദിപരാശക്തിക്കും വരാഹി അമ്മയ്ക്കും ചുവന്ന കളറിൽ ഉള്ള കുങ്കുമമാണ് ഏറ്റവും പ്രിയം. അതിനാൽ നമ്മൾ ഈ വഴിപാടിനായിട്ട് ചുവന്ന കളറിലുള്ള കുങ്കുമമാണ് ഉപയോഗിക്കുന്നത്. മാറിപ്പോകരുത്. ഈ വഴിപാട് ചെയ്യുമ്പോൾ വിളക്ക് കൊളുത്തണമെന്നില്ല. എന്നാൽ പഞ്ചമി തിഥിയിലാണ് ഇത് ചെയ്യുന്നവരെങ്കിൽ പഞ്ചമി പൂജ കഴിഞ്ഞിട്ട് വിളക്ക് അണഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, വിളക്ക് അണയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പൂജാമുറിയിലോ അതല്ല ശുദ്ധമായ വേറെ ഹാളിലെ ഏതെങ്കിലും ഒരു ഇടത്തിലോ പോയിരുന്ന് വഴിപാട് നടത്താവുന്നതാണ്. പീരിയഡ്സ് ടൈമിലോ പുലവാലായ്മ ഉള്ളപ്പോഴോ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടോ ഇത് ചെയ്യാൻ പാടില്ല. വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്ത് തരണമേ എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഏലക്ക എന്നാൽ പണവശ്യത്തിന് പവർഫുള്ളായിട്ടുള്ള ഒരു വസ്തുവാണ്. ആത്മീയമായി നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾക്ക് പവറുള്ളതാണ് ഏലക്കായ്. ഈ വഴിപാടിന് 1008 ഏലക്കായ് വേണം. 1008 ഏലക്കായ് എന്നത് ഒരു 150 മുതൽ
200 ഗ്രാം വരെ ക്വാണ്ടിറ്റി ഉണ്ടാകും. അത്രയും വാങ്ങാൻ കഷ്ടപ്പാടുള്ളവരാണെങ്കിൽ 108 ആയാലും മതി. പക്ഷേ ഫലം അത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിലും ഇരട്ടിക്കണമെങ്കിലും 1008 ഏലക്കായ് വാങ്ങുന്നതാണ് ഉത്തമം. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിട്ടവട്ടങ്ങളോടെ ചെയ്യുന്നതാണ് ഉത്തമം. കാരണം പ്രശ്നങ്ങൾ മറികടക്കുന്നതിനും വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതിനും അതാണ് നല്ലത്. ഇതിനു വേണ്ടി ഉപയോഗിച്ച ഏലക്കായ് ശേഷം കളയേണ്ടതില്ല. നമ്മുടെ മറ്റാവശ്യത്തിനു വേണ്ടി അത് ഉപയോഗിക്കാവുന്നതാണ്. കഴിവതും 1008 ഏലക്കായ് തന്നെ വാങ്ങുക. ഒട്ടും നിവർത്തിയില്ല, തീരെ ഗതികെട്ട അവസ്ഥ ആണെങ്കിൽ മാത്രം 108 വാങ്ങുക. 1008 ഏലക്ക വാങ്ങാൻ തീരുമാനിച്ചാൽ കടയിൽ പോയിട്ട് കൗണ്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഈ വഴിപാട് ഈ പഞ്ചമിയിൽ ചെയ്തു എന്ന് വെച്ചോളൂ. അടുത്ത പഞ്ചമിയിൽ വീണ്ടും ഈ വഴിപാട് ചെയ്യുമ്പോൾ ഇതേ ഏലക്ക തന്നെ എടുത്തു വച്ച് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഈ ഏലക്ക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മിക്ക് മാല ചാർത്താൻ ഉപയോഗിക്കാവുന്നതാണ്. വരാഹിയമ്മയ്ക്ക് ഏലക്കാമാല ചാർത്താം. പിന്നെ വീട്ടിൽ സ്വീറ്റ്സോ വെജിറ്റേറിയൻ ഭക്ഷണ പദാർത്ഥങ്ങളോ ഉണ്ടാക്കാനും ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്ലേറ്റിൽ കുങ്കുമം, ശുദ്ധജലം, ഏലക്കായ് എന്നിവ 11 മണിക്ക് തന്നെ റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് കുങ്കുമം കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് പ്ലേറ്റിൽ ശ്രീം ഹ്രീം എന്ന് എഴുതുക. എന്താണ് ആവശ്യമെന്ന് പ്രാർത്ഥിച്ച് വേണം എഴുതാനായിട്ട്. രാവിലെ ഉണരുമ്പോൾ കാര്യം നടത്തി തരണമേ അമ്മേ എന്ന് പറഞ്ഞ് ദേവിയിൽ വിശ്വാസമർപ്പിച്ച് എഴുതണം. അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി തരണമേ അമ്മേ എന്ന് പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കില്ല. മാസങ്ങളോ ദിവസങ്ങളോ എല്ലാം എടുത്ത് നടക്കുന്ന കാര്യങ്ങൾ ഉണ്ട്. അത് അറിയാം എങ്കിൽ ഒരു കാര്യം നടക്കാൻ ഇത്ര മാസം വേണം അല്ലെങ്കിൽ ഇത്ര ദിവസത്തിലേ അത് നടക്കൂ എന്ന് നമുക്ക് അറിയാമെങ്കിൽ ദേവിയോട് പറയാം, ദേവി ഈ കാര്യം ഈ ടൈമിനുള്ളിൽ ഈ സമയത്തിനുള്ളിൽ സാധിച്ചു തരണേ അമ്മേ എന്ന് പറയണം. നമ്മുടെ ആവശ്യം അമ്മയ്ക്ക് മുന്നിൽ വയ്ക്കുക. പ്രാർത്ഥന സഫലമാക്കി തരണമേ എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഏലക്കായ് ഓരോന്നായിട്ട് ജപിച്ച് വെക്കണം. ഓരോ തവണ ശ്രീം ഹ്രീം എന്ന് നാമം ജപിക്കുമ്പോൾ ഒരു ഏലക്ക വയ്ക്കണം. 1008 തവണ ശ്രീം ഹ്രീം എന്ന് നാമം ജപിക്കുമ്പോൾ 1008 ഏലക്ക വയ്ക്കുക. എന്നാൽ 108 ഏലക്കയാണ് വയ്ക്കുന്നതെങ്കിൽ ആദ്യത്തെ 108 ഉരുവിട്ട് കഴിഞ്ഞ ശേഷം ഇപ്പോൾ 1008 ഉരുവിടണമല്ലോ. അതിനായിട്ട് കടലയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളപ്പൂവോ മല്ലിപ്പൂവോ പിച്ചിപ്പൂവോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വയ്ക്കുക. അത് പ്ലേറ്റിൽ ഇടരുത്, സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു തരണമേ അമ്മേ വരാഹി ദേവി എന്ന് പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് പോയി കിടന്നുറങ്ങുക. ഇനി ബാക്കി കാര്യമെല്ലാം ദേവി നോക്കിക്കൊള്ളും. അടുത്ത ദിവസം ഏലക്കായ് എടുത്ത് ഉപയോഗിക്കാം. പ്ലേറ്റ് കഴുകി വൃത്തിയാക്കി വയ്ക്കുകയും ചെയ്യാം. പഞ്ചമി തിഥിയിൽ ഇത് ചെയ്യാൻ പറ്റാത്തവർക്ക് ചൊവ്വ അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ അടുത്ത പഞ്ചമിയിലോ ചെയ്യാവുന്നതാണ്. ചൊവ്വാഴ്ചയാണ് ചെയ്യുന്നവരെങ്കിൽ രാത്രി ചൊവ്വാഹോരയിൽ 8നും 9നും ഇടയ്ക്ക് ചെയ്യണം. വെള്ളിയാഴ്ചയാണെങ്കിൽ ശുക്രഹോരയിൽ രാത്രി 8നും 9നും ഇടയ്ക്ക് ചെയ്യണം. എന്നാൽ പഞ്ചമിയിലാണെങ്കിൽ രാത്രി 11നും 12നും ഇടയ്ക്കുള്ള സമയത്താണ് ഈ വഴിപാട് ചെയ്യേണ്ടത്. ഈ പഞ്ചമിയിൽ ചെയ്താൽ അടുത്ത പഞ്ചമിയിൽ അമ്മയോട് വേറൊരു കാര്യം ആവശ്യപ്പെട്ട് ഈ പ്രാർത്ഥന വയ്ക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.